Good morning, all. Good morning. Soema madam? Yes. Okay. Soema madam, good morning. All the best. Thank you, Sruji sir. Good morning. Good morning. Best wishes, Suhaima ma'am. Thank you. Good morning, all. The meeting in connection with call to order. മറ്റൊരു ദിവസം കൂടെ നമ്മളിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. എല്ലാ ദിവസവും ഇതുപോലെ വ്യത്യസ്തമായ ട്രെയിനർമാർ വന്നുകൊണ്ടുള്ള ഇത്തരത്തിലുള്ള ഈ പ്രോഗ്രാമിലേക്ക് ആദ്യമായി സോൺ 28ന്റെ നായിക ചിത്ര മേഡത്തെ അസാന്നിധ്യത്തിൽ സ്വാഗതം ചെയ്യുന്നു. മറ്റൊന്ന്, ഇന്നത്തെ ഗസ്റ്റ് സ്പീക്കറായി നമുക്ക് മുന്നിൽ എത്തിച്ചേർന്നിട്ടുള്ള സുഹൈമ മേഡത്തെയും ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. മറ്റു ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഇനിയും വന്നുകൊണ്ടിരിക്കുന്ന മുഴുവൻ പ്രേക്ഷകരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മോട് സംവദിക്കാൻ അല്ലെങ്കിൽ ചെറിയ കാര്യങ്ങൾ പറഞ്ഞു തരാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഗസ്റ്റ് സ്പീക്കർ എന്ന് പറയുന്ന സുഹൈമ മേഡമാണ്. ജെസി തവനൂരിന്റെ 2024 വർഷത്തേക്കുള്ള പ്രസിഡന്റ് ആണ്. അതുപോലെ തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ട്രെയിനർ ആണ്, സോഫ്റ്റ് സ്കിൽ ട്രെയിനർ ആണ്. ഈ സുഹൈമ മേഡത്തെ ഈ തവനൂരിൽ നിന്ന് ഒരുപാട് ട്രെയിനേഴ്സ് ഉണ്ട്. തവനൂരിൽ നിന്നുള്ള സുഹൈമ മേഡത്തെ ഈ പ്രോഗ്രാം സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹൃദ്യമായി ക്ഷണിക്കുന്നു. മാഡം, ദ ഫ്ലോർ ഈസ് യുവേഴ്സ്. Thank you, Hisham sir. Thank you for giving us such a wonderful opportunity for me, first of all. And once again, good morning, all of you. Good morning. ഓക്കെ, നമ്മൾ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ നെഗറ്റീവ് തോട്ട്സ് എങ്ങനെ ചേഞ്ചസ് ചെയ്യാന്നുള്ളതാണ്. നെഗറ്റീവ് തോട്ട്സ് ചേഞ്ച് ചെയ്യാന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മനസ്സിനെ മാക്സിമം നമ്മളത് പോസിറ്റീവ് ചേഞ്ച് ആക്കി മാറ്റുക എന്നുള്ളതാണ്. അത് ഇറ്റ്സ് നോട്ട് എ ബിഗ് ടാസ്ക് ഫോർ us. നമുക്ക് വലിയൊരു ടാസ്ക് തന്നെയാണ് അത്. കാരണം ലൈഫിൽ നെഗറ്റീവ് തോട്ട്സ് ഒഴിവാക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് നെഗറ്റീവ് തോട്ട്സ് ഡെയിലി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെങ്ങനെ അവോയ്ഡ് ചെയ്യാന്നുള്ള വലിയൊരു ടാസ്ക് തന്നെയാണ്. പക്ഷെ നമുക്ക് ഇവിടെ പറയാൻ കഴിയുന്നത് ഒരു 3 സ്റ്റെപ്പാണ്. ഈ നെഗറ്റീവ് തോട്ട്സ് നമ്മളെ മൈൻഡിലേക്ക് വരുന്ന സമയത്ത് ഈ 3 സ്റ്റെപ്പുകൾ നമ്മൾ മാക്സിമം ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു പോസിറ്റീവ് മൈൻഡ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് കഴിയുന്നതാണ്. സോ നമ്മളിപ്പോ നെഗറ്റീവ് തോട്ട്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ പാസ്റ്റിൽ കഴിഞ്ഞ കുറെ കാര്യങ്ങൾ ഉണ്ടായിരിക്കും. ഞാൻ അങ്ങനെ ചെയ്തല്ലോ, ഞാൻ ഇങ്ങനെ ചെയ്തല്ലോ, അല്ലെങ്കിൽ അത് ചെയ്യേണ്ടതായിരുന്നു, അല്ലെങ്കിൽ അവൾ എന്നോട് ഇങ്ങനെ കാണിച്ചില്ലേ, അല്ലെങ്കിൽ ഞാൻ അവിടെ പരാജയപ്പെട്ടു പോയില്ലേ. ഇത്തരം ഒരുപാട് നെഗറ്റീവ് തോട്ട്സ് നമുക്ക് ഡെയിലി കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. സോ അതിന് പുറമെ തന്നെ നമ്മൾ ഔട്ട്സൈഡ് പോകുമ്പോഴും കുറെ നെഗറ്റീവ് തിങ്സ് കാണുന്നുണ്ട്. സൊസൈറ്റിയിലേക്ക് ഇറങ്ങുമ്പോൾ ഒരുപാട് നെഗറ്റീവ് തിങ്സ് കാണുമ്പോഴും നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മളെ മൈൻഡിൽ ഒരുപാട് നെഗറ്റീവ് തോട്ട്സ് വന്ന് കയറാണ്. അപ്പൊ ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ നിങ്ങളുടെ അടുത്ത് പോകുന്ന 3 സ്റ്റെപ്പാണ്. ദെൻ നമ്മളൊരു നെഗറ്റീവ് തോട്ട്സ് ചേഞ്ച് ചെയ്യാന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരുപാട് കാര്യങ്ങളും നമുക്ക് പറയാൻ ടൈം ഇല്ലെങ്കിലും ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ മോർണിംഗിൽ തന്നെ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. കാരണം നമ്മൾ രാത്രിയിൽ ഉറങ്ങുമ്പോൾ തന്നെ ഒരുപാട് നെഗറ്റീവ് തോട്ട്സ് ആയിട്ട് ഉറങ്ങുന്നവരായിരിക്കും. സംവൺ ദേ ആർ, അവർക്ക് കുഴപ്പമില്ല, ചില ആളുകളൊക്കെ അത് റീഫ്രഷ് ചെയ്ത് ഉറങ്ങുന്നവരുണ്ട്. ദേ ആർ ഗുഡ്. അങ്ങനെ വേണം നമ്മൾ രാത്രിയിൽ ഉറങ്ങുമ്പോൾ തന്നെ ഇന്ന് കിട്ടിയ എല്ലാ നെഗറ്റീവ് തോട്ട്സും ചേഞ്ച് ചെയ്ത് അതിന് നമുക്ക് മാക്സിമം പോസിറ്റീവ് ആക്കിയിട്ട് വേണം നമ്മൾ കിടന്ന് ഉറങ്ങാൻ. പക്ഷെ പലർക്കും അതിന് കഴിയാറില്ല. ഇന്നത്തെ സാഹചര്യത്തിൽ പ്രത്യേകിച്ചും നമ്മളെല്ലാവരും ബിസിയാണ്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോൺ നോക്കി നമ്മൾ കിടന്ന് ഉറങ്ങുന്ന ഒരു രീതിയാണ് ഇപ്പം നമ്മുടെ ലൈഫിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ നമ്മൾ മോർണിംഗിൽ എണീക്കുമ്പോൾ തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം നമ്മൾ മൈൻഡിനെ പോസിറ്റീവ് ആക്കുക എന്നുള്ളതാണ്. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ ഞാനിവിടെ പറയുന്നത് സൈഡ്സ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു സംഭവമാണ്. സൈഡ്സ് എന്ന് പറയുമ്പം നമ്മള് മോർണിംഗിൽ എണീക്കുന്ന ടൈമിൽ തന്നെ നമ്മള് ഓൾമോസ്റ്റ് എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം എന്താ,
ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? നമ്മൾ എന്ത് കണ്ടിട്ടാണ് മോർണിംഗിൽ എണീക്കാറുള്ളത് എന്ന് ആർക്കെങ്കിലും ഒന്ന് മൈക്ക് ഓണാക്കി പറയാൻ കഴിയോ? മൊബൈൽ ഫോൺ. ഓക്കെ, വെരി ഗുഡ്. നല്ലൊരു ആൻസർ തന്നെയാണ് അല്ലേ. നമ്മൾ എല്ലാവരും എന്ത് ചെയ്യാറുണ്ട്? മൊബൈൽ ഫോൺ നോക്കിയിട്ടാണ് എണീക്കാറുള്ളത്. പലപ്പോഴും നമ്മുടെ പില്ലോടെ അടുത്ത് അല്ലെങ്കിൽ റൂമിൽ തന്നെ അത് എവിടെയെങ്കിലും ഉണ്ടാവും. അപ്പോഴും നമ്മൾ തലേ ദിവസം ഉറങ്ങുമ്പോൾ തന്നെ ചിന്തയായിരിക്കും, നമ്മൾ ഇത്തരം ഒരു സ്റ്റാറ്റസ് വെച്ചിട്ടുണ്ട്, അതിന് എത്ര ലൈക്ക് കിട്ടി, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഇന്നലെ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് എത്രത്തോളം റീച്ച് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാനാണ് നമുക്ക് താല്പര്യം. ആക്ച്വലി എനിക്ക് തോന്നുന്നു അതൊക്കെ നമ്മൾ മറ്റുള്ളൊരു കാര്യത്തിൽ ഇടപെടുന്നതല്ലേ. മറ്റുള്ളവർ നമുക്ക് എത്ര ലൈക്ക് തന്നു, മറ്റുള്ളവർ എത്ര മെസ്സേജ് അയച്ചു, അല്ലെങ്കിൽ എനിക്ക് എന്റെ സ്റ്റാറ്റസിന് ഇത്ര ആളുകൾ കണ്ടു, ഇതൊക്കെ നമ്മൾ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുന്നതിന് തുല്യമാണ്. അതിൽ നമുക്കൊരു ഹാപ്പിനെസ് ഉണ്ടാവില്ല. ഓക്കെ, സോ മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു എന്നാണ് നമ്മൾ അവിടെ ചിന്തിക്കുന്നത്. അപ്പൊ അതിന്റെ പകരമായിട്ട് ഈ മൊബൈൽ ഫോൺ നമുക്ക് മൊബൈൽ ഫോൺ മോർണിംഗിൽ തന്നെ അത്യാവശ്യമുള്ള ഒരു സംഭവമാണ്. നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് പല കാര്യങ്ങളും മോർണിംഗിൽ തന്നെ അറിയേണ്ടതൊക്കെ അതിൽ തന്നെയാണ്. പക്ഷെ നമ്മൾ ഈ ഏർലി മോർണിംഗിൽ എണീക്കുന്ന ഒരു ടൈമില് നമ്മൾ ഈ മൊബൈൽ ഫോണിന് പകരം നമ്മൾ എന്ത് ചെയ്യാം? നമ്മൾ റൂമിൽ പോസിറ്റീവ് ആക്കുന്ന എന്തെങ്കിലും ഒരു സംഭവം നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കണം. ചിലപ്പോൾ ചില ആളുകൾ എന്തായിരിക്കും, അവരുടെ ചുമരിലൊക്കെ നല്ല തോട്ട്സ് ഒക്കെ എഴുതി വെക്കും, അല്ലെങ്കിൽ ഐ ആം ദ ബെസ്റ്റ്, അല്ലെങ്കിൽ ടുഡേ ഇസ് മൈ ഡേ, അല്ലെങ്കിൽ ഐ വിൽ ബി സക്സസ്, ഇങ്ങനെയുള്ള ഒരുപാട് തോട്ട്സ് ഒക്കെ എഴുതി വെക്കുകയാണെങ്കിൽ രാവിലെ തന്നെ നമ്മൾ എണീക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു മോട്ടിവേഷൻ ആണത്. കാരണം നമ്മൾ എഴുതി വെച്ച തോട്ട്സും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും നമ്മൾ ചെയ്യുമ്പോഴാണ് നമുക്ക് ഹാപ്പിനെസ് ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ ഇപ്പോ ഒരുപാട് ഫേമസ് ആയ ആളുകളുടെ ഫോട്ടോ, അല്ലെങ്കിൽ ഒരുപാട് ഫേമസ് കോട്സുകളൊക്കെ നമ്മുടെ റൂമിൽ ഇരിക്കുമ്പോഴേക്കാളും ബെറ്റർ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അതിൽ പ്രൗഡായി കണ്ടിട്ട് ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പൊ അത്രയും കാര്യങ്ങൾ കാണാൻ നമ്മൾ ശ്രമിക്കുക. അതുപോലെ തന്നെ നമുക്കിപ്പം വേണ്ടപ്പെട്ട ചിലപ്പോൾ നമ്മുടെ ഫാമിലി പിക്ക് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ഫോട്ടോ ആയിരിക്കും, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ റൂമിൽ എവിടെയെങ്കിലും ഒരു കാണുന്ന സൈഡിൽ വെച്ച് മോർണിംഗിൽ എണീക്കുമ്പോൾ അതിലേക്ക് നോക്കിയിട്ട്, ചില ആളുകൾക്ക് ഫാമിലി ഫോട്ടോസ് ആയിരിക്കില്ല, അവരുടെ ഇഷ്ടം എന്താണോ, വാട്ട് ദേ വുഡ് ലൈക്ക് ടു സീ, അവരെന്താണോ കാണാൻ ഇഷ്ടപ്പെടുന്നത് അത് നമ്മുടെ എന്ത് ചെയ്യുക? നമ്മുടെ റൂമിൽ വെക്കാൻ മാക്സിമം ശ്രമിക്കുക, അത് കണ്ടു ഉണരുക. ഇനി അതും അല്ലെങ്കിൽ അതൊന്നും താല്പര്യമില്ലാത്ത ആളുകളാണെങ്കിൽ, ചില ആളുകൾക്ക് അത് ഔട്ട് സൈഡ് പുറത്ത് പോയി വന്നിട്ട് നമുക്ക് ഒരു ഗാർഡൻ ഉണ്ടെങ്കിൽ, അവിടെ ചെറിയ പൂക്കൾ ഉണ്ടെങ്കിൽ അവരെ കാണാൻ പോവുക, അല്ലെങ്കിൽ ഒന്ന് പുറത്തിറങ്ങിയിട്ട് നമ്മുടെ പ്രകൃതി ഒന്ന് ആസ്വദിക്കുക. അപ്പോഴൊക്കെ അങ്ങനെയൊക്കെ ചില ആൾക്ക് അതിൽ നിന്നൊരു ഹാപ്പിനെസ് കിട്ടും. അപ്പൊ ഫസ്റ്റിൽ തന്നെ വാട്ട് ആർ വി സീയിങ് ഇൻ ദ ഏർലി മോർണിംഗ്, അതിനെ ആശ്രയിച്ചിരിക്കും നമ്മുടെ ഫസ്റ്റത്തെ ഒരു കാര്യം. കാണുന്നതിൽ നമ്മൾ പോസിറ്റീവ് തിങ്സ് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ കാണുന്നത് ആ ഒരു ടൈം മുതൽ പിന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ എന്തായിരിക്കും? പോസിറ്റീവ് വൈബ് ഉള്ളതായിരിക്കും. അതെല്ലാം മോർണിംഗിൽ തന്നെ എണീറ്റ് ഒരു നെഗറ്റീവ് വൈബ്സോട് കൂടിയുള്ള കാര്യങ്ങൾ കണ്ട് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ആ ഡേ മൊത്തം നമുക്ക് നെഗറ്റീവ് എനർജിയാണ് കിട്ടുന്നത്. അതൊരു മനുഷ്യ സഹജമാണ്. കാരണം ഈ നെഗറ്റീവ് തോട്ട്സ് വരുന്നത് എവിടുന്നതാണ്? നമ്മുടെ ചിന്തയിൽ നിന്നും പിന്നെ അത് വികാരങ്ങളിലിടും, അതാണ് പിന്നെ പ്രവൃത്തിയായി മാറുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അത് പ്രവർത്തിക്കുന്നത് ഓട്ടോമാറ്റിക്കലി നമ്മൾ നെഗറ്റീവ് ആയിട്ട് മാറും. അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുക, നമ്മൾ ഫസ്റ്റ് ഈ സൈറ്റ് അത് നന്നായിട്ട് നമ്മുടെ ലൈഫിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ, നല്ല കാഴ്ചകൾ കണ്ടു വളരാനും, നല്ല കാഴ്ചകൾ കണ്ടിട്ട് പിന്നെ അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് മറ്റുള്ളവർക്ക് ഹാപ്പിനെസ് ഉണ്ടാക്കാനും നമ്മൾ ശ്രമിക്കുക. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു പോയിന്റ്, നമ്മുടെ ഒരു ഫേമസ് ഓഥർ ഉണ്ട്, ഒരു ബ്രിട്ടീഷ് ഓഥർ ഷെട്ടി. അദ്ദേഹം തന്റെ ബുക്കിൽ ഈ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ദ ലൈക്ക് മോം ഓഫ് തോങ്, ആ ഒരു ബുക്കില് കറക്റ്റ് അയാൾ പറയുന്നുണ്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ രാവിലത്തെ കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ കാര്യം നമ്മൾ ചെയ്യുകയാണെങ്കിൽ ലൈഫ് ലോങ് നമുക്കത് മാറ്റിയെടുക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഈ തിങ്ക് ലൈക്ക് മോം, ഓക്കെ, തിങ്ക് ലൈക്ക് മോം എന്നുള്ള ഈ ഒരു ബുക്ക് നിങ്ങൾ എല്ലാവരും വായിക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ അതിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അതിൽ വളരെ വ്യക്തമായിട്ട് അദ്ദേഹം ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ തന്നെയാണ് അവർ പറയുന്നത് 80% ആളുകളും ഇന്ന് ലോകത്ത് ഈ മൊബൈൽ ഫോൺ സ്റ്റാർട്ട് ചെയ്തിട്ടാണ് നമ്മൾ മോർണിംഗിൽ തന്നെ നമ്മുടെ വൈബ് ഉണ്ടാക്കുന്നത്. അപ്പൊ മാക്സിമം എല്ലാവരും അതൊക്കെ അവോയ്ഡ് ചെയ്ത് നല്ല സീനറി കണ്ട് എണീക്കാൻ ശ്രമിക്കുക. ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് ആയിട്ട് പറയുന്നത് നമ്മൾ അറിയുന്ന സ്മെല്ലാണ്. അപ്പൊ വിചാരിക്കും എന്താ സ്മെല്ല് നമ്മുടെ പോസിറ്റീവ് മൈൻഡ് ആക്കി മാറ്റുന്നത് എങ്ങനെയാന്നുള്ള ഒരു ഡൗട്ട് എല്ലാവർക്കും ഉണ്ടാവും. എനിക്ക് തോന്നുന്നു ഇതാണ് ഓൾമോസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പക്ഷെ പലരും ലൈഫിൽ നിന്ന് അത് പോവാറാണ്. ഈ ഒരു സ്മെല്ല് എന്ന് പറയുമ്പം മോർണിംഗിൽ നമ്മൾ എണീക്കുമ്പോൾ നമ്മുടെ റൂമിലോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ എവിടെയാണ് ഓഫീസിലോ അല്ലെങ്കിൽ നമ്മൾ എവിടെയാണോ നമ്മൾ എണീക്കുന്നത് അവിടെ എല്ലാം കൊണ്ട് നമുക്കൊരു നല്ലൊരു സ്മെല്ല് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാം മോർണിംഗിൽ തന്നെ. ഇറ്റ്സ് നോട്ട് എ പോസിബിൾ, ഓക്കെ. പക്ഷെ നമുക്ക് എന്ത് കഴിയും? അവിടെ നല്ല ഒരു സ്മെല്ല് നമുക്ക്
നമുക്ക് അവിടെ ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾക്ക് കഴിയും. നമ്മളെ കൊണ്ട് പറ്റാത്തതൊന്നുമില്ല. അപ്പൊ മാക്സിമം നമ്മൾ എണീക്കുന്ന ടൈമില് നല്ല ഒരു സ്മെല്ല് നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക. അതായത് ചിലർക്ക് ഇപ്പൊ നല്ലൊരു ഫ്ലവർ ആണ് ഇഷ്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ രാത്രിയിൽ ആ ഫ്ലവർ അവിടെ കൊടുന്ന് വെക്കുക. ചിലർക്ക് ഫ്ലവർ ആയിരിക്കില്ല ഇഷ്ടം, ചിലർക്ക് പെർഫ്യൂം ആയിരിക്കും ഇഷ്ടം. ഈ പെർഫ്യൂം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പെർഫ്യൂം ഒക്കെ നല്ലത് തന്നെയാണ്. പക്ഷെ പെർഫ്യൂം ഉപയോഗിക്കുന്നിടത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. എന്താണെന്നറിയോ, ഈ പെർഫ്യൂം എല്ലാവരുടെ ലൈഫിലും ഒരുപോലത്തെ ആവില്ല. പെർഫ്യൂമിന് ഒരുപാട് ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ടെങ്കിലും കൂടെ നമുക്ക് ഇഷ്ട പെർഫ്യൂം ഏതാണോ, നമുക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ സോപ്പ് ഏതാണോ, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ക്രീം ഏതാണോ, അത് നമ്മുടെ മൈൻഡിൽ സ്ട്രെസ് തരാതെ നമ്മുടെ മൈൻഡിലേക്ക് അത് അഡ്ജസ്റ്റ് ആവുന്ന തരത്തിലുള്ളത് വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ. നമ്മൾ ഓൾമോസ്റ്റ് ആളുകൾ ചെയ്യുന്ന കാര്യം എന്താ, ഒരു പെർഫ്യൂം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഓസിക്ക് കിട്ടിയതാണ്, നമ്മൾ എന്ത് ചെയ്യും, അതെടുത്ത് മൊത്തം ബോഡിയിൽ അപ്ലൈ ചെയ്യും. സ്വർണ്ണം ഓക്കെ. അപ്പൊ ഇതിന്റെ ഫലമായിട്ട് നമുക്ക് എന്താ കിട്ടുന്നത്, ഇത് നമ്മുടെ ചോയ്സ് ആയിരിക്കില്ല, അത് മറ്റുള്ളവരുടേതായിരിക്കും. അവർക്ക് ആ സ്മെല്ലിനോട് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. പക്ഷെ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒരു വൈകുന്നേരം ആവുന്നതോടു കൂടി പല ആളുകൾക്കും തലവേദന, അതുപോലെ തന്നെ ഒരു തരം അസ്വസ്ഥത ഫീൽ ചെയ്യും. പക്ഷെ നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് സത്യം. പല ആളുകളും മനസ്സിലാകാതെ പോകുന്നൊരു കാര്യമാണ്. നിങ്ങളൊന്ന് രാവിലെ തന്നെ ചെയ്ത് നോക്കൂ. നിങ്ങൾക്കൊരു തലവേദന അല്ലെങ്കിൽ ഒരു മൈൻഡ് സെറ്റിംഗ് ഒരു മാറിപ്പോകുന്ന അവസ്ഥ, അല്ലെങ്കിൽ ഒരു പ്രത്യേക തരം ഫീലിംഗ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ മോർണിംഗിലേ തുടങ്ങിയിട്ടുണ്ടായിരിക്കും. അത് നമുക്ക് അറിയാതെ നമ്മൾ പോകുന്നതാണ്. അപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ട പെർഫ്യൂം നമ്മുടെ ബോഡിയോട് അത് അഡ്ജസ്റ്റ് ആവുന്നില്ല, പിന്നെ അത് യൂസ് ചെയ്യാൻ പാടില്ല. അത് പിന്നെ ആ ലൈഫിൽ നമ്മൾ അത് എടുത്ത് ഒഴിവാക്കണം. മാക്സിമം ഈ പെർഫ്യൂംസ് എന്നൊക്കെ പറയുമ്പോൾ ഈ മൈഗ്രെയിൻ അല്ലെങ്കിൽ മറ്റുള്ള അസുഖങ്ങളൊക്കെ ഉള്ളവർക്ക് ഇത് പറ്റില്ല. ഈ മൈഗ്രെയിൻ ഒക്കെ ഉള്ളവർക്ക് പ്രത്യേകിച്ചും നല്ല പെർഫ്യൂം ഒക്കെ മോർണിംഗിലൊക്കെ അത് ചെയ്യുമ്പോൾ നല്ല രസമാണ്. എന്താണ്, നല്ല അടിപൊളിയായിട്ട് പോകാനൊക്കെ നല്ല വൈബൊക്കെ തന്നെയാണ്. പക്ഷേങ്കിലും കൂടെ വൈകുന്നേരം ആകുമ്പോൾ നമുക്ക് ഭയങ്കര തലവേദന കാര്യങ്ങളൊക്കെ വരും. കാരണം ഈ സ്മെല്ലും നമ്മളെ മനസ്സിനെയും ഒക്കെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ എന്ത് ചെയ്യുക, എല്ലാവരും നമ്മൾ ഈ ഒരു നല്ല സ്മെല്ല് മാക്സിമം നമുക്ക് പറ്റും. നല്ല സ്മെൽ നമ്മളോട് അഡ്ജസ്റ്റ് ആവുന്നത് നമ്മുടെ ലൈഫിൽ നമ്മൾ കണ്ടെത്തിയേ പറ്റൂ. അതിനോട് അഡ്ജസ്റ്റ് ചെയ്ത് അത്രയും നല്ല നല്ല സ്മെല്ലുകൾ നമ്മൾ യൂസ് ചെയ്യാൻ പഠിക്കുക. അതുപോലെ തന്നെ ഇപ്പൊ മോർണിംഗിലാണെങ്കിൽ നമ്മൾ ഇപ്പം ഒരു ചായ കുടിക്കുന്ന ടൈമില് ഇപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ആ ചായയിൽ അല്പം നമുക്ക് ഇഷ്ടമുള്ള ഫ്ലവർ ചേർക്കാം. ഇഷ്ടമുള്ള ഫ്ലവർ എന്ന് പറയുമ്പോൾ ചിലർക്ക് ഒരു പുതിനയുടെ ഇല ആയിരിക്കാം, ചിലർക്ക് എന്തായിരിക്കും ഇപ്പൊ ഗ്രാമ്പു അല്ലെങ്കിൽ ഏലക്ക ഇങ്ങനെയുള്ള ടേസ്റ്റ് ഉള്ളവരുണ്ടായിരിക്കാം. അപ്പൊ അത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ രാവിലെ തന്നെ ഒരു കപ്പ് ചായക്ക് എടുത്ത് അത് അതിലിട്ട് കുടിച്ച് നല്ല രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഒത്തിരി നമുക്കത് ഹാപ്പിനെസ് ഉണ്ടാക്കും. ഇതൊക്കെ എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡിൽ ഇത് അഡ്ജസ്റ്റ് ആവുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇതൊക്കെ ചെയ്തിട്ട് പുറത്തിറങ്ങുമ്പോഴാണ് ആ ഒരു ദിവസം നമുക്ക് സക്സസ് ആവുന്നത്. അല്ലെങ്കിൽ നമ്മൾ സക്സസ് അല്ല എന്നുള്ളതല്ല, പക്ഷെ എവിടെയോ സംതിങ് ഫീൽ ബാഡ്, നമുക്ക് ഇങ്ങനെ അത് നമ്മൾ അലട്ടിക്കൊണ്ടിരിക്കും. പക്ഷെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, ഇത് എവിടുന്നാണ് ഇതിന്റെ സ്റ്റാർട്ടിങ് വന്നത് എന്നുള്ളത്. ഈ നെഗറ്റീവ് തോട്ട്സിന്റെ പ്രത്യേകത അതാണ്. ഇത് എവിടുന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്തെന്നുള്ളത് നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പൊ ഈ 2 ടിപ്സ് നിങ്ങൾ സൈറ്റ് ആൻഡ് സ്മെല്ല് ശ്രദ്ധിക്കുക. ഇത് ശ്രദ്ധിച്ചു നോക്കും, നമ്മുടെ ലൈഫിൽ നല്ലൊരു ചേഞ്ചസ് നമുക്ക് കാണാം. മോർണിംഗിൽ തന്നെ നല്ലൊരു പോസിറ്റീവ് മൈൻഡായിട്ട് നമുക്ക് ഇരിക്കാൻ കഴിയും. ദെൻ അതുപോലെ തന്നെയാണ് നമ്മൾ പിന്നെ വരുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ സംസാരിക്കുന്ന ശൈലി, ടോക്കിംഗ് സ്റ്റൈൽ വെരി ഇമ്പോർട്ടന്റ് ആണ്. ടോക്കിംഗ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ ഈ നെഗറ്റീവ് തോട്ട്സ് എന്താണോ കിട്ടിയത് മോർണിംഗിൽ, അതിന്റെ ഫലമായിട്ട് തന്നെയാണ് നമ്മൾ ഈ ടോക്കിംഗ് സ്റ്റൈലും മാറിക്കൊണ്ടിരിക്കുന്നത്. അത് മനുഷ്യനിൽ നിന്ന് അറിയാതെ വരുന്ന ഒരു സംഭവമാണ്. വാട്ട് ഈസ് അവർ ഇൻസൈഡ് ദാറ്റ് ഈസ് റിഫ്ലക്ട് ടു അതേഴ്സ്. നമ്മൾ എന്താണോ, നമ്മുടെ ഉള്ളിൽ എന്താണോ അത് തന്നെയാണ് മറ്റുള്ളവരിൽ എക്സ്പ്രസ് ചെയ്യുക. മോർണിംഗിൽ നല്ല പോസിറ്റീവ് വൈബോട് കൂടി സംസാരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് ഇപ്പം ഞാനിവിടെ ഒരു സെഷൻ എടുക്കുന്നു. അപ്പൊ ഇത് നല്ല മോർണിംഗിൽ തന്നെ എണീറ്റു, ഇതിന് കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യണം, നോക്കുന്നു, കാര്യങ്ങളൊക്കെ ചെയ്ത് ഇവിടെ വന്നിരിക്കുന്നു. അപ്പൊ ഇതൊക്കെ നമുക്കൊരു പോസിറ്റീവ് ചേഞ്ചസ് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്, പോസിറ്റീവ് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളേക്ക് ഷെയർ ചെയ്യുന്നത്. സോ എനിക്ക് ഇന്ന് ഇപ്പം ഓഫീസിൽ പോകുമ്പോൾ ഇന്ന് എനിക്കൊരു പ്രോഗ്രാം ഉണ്ട് JCയുടെ. അപ്പോൾ ആ ഒരു സന്തോഷം കൂട്ടി നമ്മൾ പുറത്തിറങ്ങുമ്പോൾ നമുക്ക് ഫുള്ള് നമ്മുടെ എനർജി പോസിറ്റീവ് തന്നെ ആയിരിക്കും. കാരണം രാവിലെ എന്താണോ ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളത് അത് തന്നെയാണല്ലോ ഞാൻ പുറത്തു പോയാലും മറ്റുള്ളവർ ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുക. ഈ രാവിലെ നമ്മൾ പോസിറ്റീവ് നെഗറ്റീവ് തോട്ട്സ് ഒക്കെ കേട്ട് ഉണരുകയാണെങ്കിലും നെഗറ്റീവ് തോട്ട്സ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിലും അന്നത്തെ ഡേ ഫുള്ള് നമ്മൾ എന്തായിരിക്കും, നമ്മളും ഒരു നെഗറ്റീവ് ക്യാരക്ടറായിട്ട് മറ്റുള്ളവരിലേക്ക് ചെല്ലുന്നത്. അത് എത്ര ശ്രമിച്ചാലും നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയില്ല. നമ്മളെ ടോക്കിംഗ് സ്റ്റൈൽ നമ്മൾ തന്നെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കണം. വാട്ട് ആർ വി സ്പീക്കിംഗ് എനി ടൈം, നമ്മൾ എന്താണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ തന്നെ ഒബ്സർവ് ചെയ്യണം. ഇത് മറ്റുള്ളവർ ആരും ശ്രദ്ധിക്കുക. നമ്മളൊരു പോസിറ്റീവ് കാര്യങ്ങൾ പറയുമ്പോൾ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുക അധികം പേരൊന്നും ഉണ്ടാവില്ല, നന്നായി ശ്രദ്ധിക്കണം അത്. പക്ഷെ നമ്മളൊരു നെഗറ്റീവ് സംസാരിച്ച് നോക്കൂ, ഒരുപാട് പേര് അതിനെ കുറ്റം പറയാനും അതിൽ നെഗറ്റീവ്സ് കണ്ടെത്താനും ഉണ്ടായിരിക്കും. അപ്പൊ പോസിറ്റീവായ കാര്യങ്ങളെ കുറിച്ച് മാക്സിമം നമ്മൾ ഒരുപാട് ശ്രമിക്കുക.
തന്നെ അതുപോലെ തന്നെ നമ്മൾ നെഗറ്റീവ്സ് ആയ കാര്യങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടോക്കിംഗ് സ്റ്റൈൽ ഓട്ടോമാറ്റിക്കലി വിൽ ബി ചേഞ്ച്. ഓക്കെ, ഓട്ടോമാറ്റിക്കലി അത് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കില്ല. മോർണിംഗിലേ ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ചില ആളുകൾ എന്ത് ചെയ്യുന്ന അറിയോ, ഈ ടോക്കിംഗ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ ഇത് എങ്ങനെയാ മാറ്റിയെടുക്കുക, ഇത് നമ്മുടെ ലൈഫിൽ വന്നൊരു സംഭവമല്ലേ, ഇതിന് മാറ്റിയെടുക്കാൻ കഴിയില്ലല്ലോ, ഇങ്ങനെയല്ലേ എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാവും. ഞാനൊക്കെ എന്ത് പറയാനാ, ഞാനൊക്കെ എന്ത് ചെയ്യാനാ. പക്ഷെ നമുക്ക് കഴിയും. നമ്മളെ കൊണ്ട് കഴിയാത്തതായിട്ട് ഒന്നുമില്ല. നമ്മൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഈ ടോക്കിംഗ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ആവുന്ന ഒരു സംഭവമാണ്. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളമൊക്കെ ഞാൻ ഈ JCI എന്നൊരു ഓർഗനൈസേഷനിൽ വന്നതിന് ശേഷം ഞാൻ പോസിറ്റീവായി ഒരുപാട് ആളുകളെ കാണാൻ ശ്രമിക്കുന്നു എന്നും അവരുമായി സംസാരിക്കുന്നു, അവരുമായിട്ട് മെസ്സേജ് അയക്കുന്നു. ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും ഞാനിവിടെ ഓട്ടോമാറ്റിക്കലി പോസിറ്റീവ് ആവാണ്. നെഗറ്റീവ് തോട്ട്സ് ഒക്കെ വരും. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നെഗറ്റീവ് തോട്ട്സ് ഉണ്ടായിരിക്കും. പക്ഷെ അതിനൊക്കെ ഓവർകം ചെയ്യാൻ നമുക്ക് പറ്റുന്നുണ്ട്. അപ്പൊ നമ്മുടെ ടോക്കിംഗ് സ്റ്റൈലിലും അത് തന്നെ വരികയാണ്. കാരണം അവരൊക്കെ പോസിറ്റീവ് ഉള്ള ആളുകളാവുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സിൽ നിന്നായാലും നമ്മുടെ റിലേറ്റീവ്സ് ആയിക്കോട്ടെ ആരായാലും നമുക്ക് പോസിറ്റീവ് ഉള്ള ആളുകൾ നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മളും അവരോട് പോസിറ്റീവായ കാര്യങ്ങളല്ലേ ഷെയർ ചെയ്യാം. വലിയൊരു ഫംഗ്ഷന് പോയി നമ്മൾ അവിടെ പോസിറ്റീവുള്ള ആളുകൾ, പോസിറ്റീവായി സംസാരിക്കുന്ന ഒരു കൂട്ടം ആളുകളെയും കാണാം, നെഗറ്റീവായി സംസാരിക്കുന്ന കുറെ ആളുകളെയും കാണാം. നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ പോസിറ്റീവായി സംസാരിക്കുന്ന ആളുകളുടെ ഇടയിലേക്ക് കയറി ചെന്നിട്ട് അവരെന്താണോ സംസാരിക്കുന്നത് അത് ഒബ്സീവ് ചെയ്യുക, അതിന് നമ്മൾ അവരുടെ കൂടെ കൂടാൻ ശ്രമിക്കുക. ചിലപ്പം അവിടെ നെഗറ്റീവ്സ് ആയി സംസാരിക്കുന്ന ആളുകൾ ഒരുപാടുണ്ടായിരിക്കും. പക്ഷെ ഇന്ന് ഓൾമോസ്റ്റ് ആളുകളും ചെയ്യുന്നത് എവിടെയാണോ നെഗറ്റീവ്സ് ഉള്ളത് അതിലൂടെ ഇറങ്ങി ചെന്നിട്ട് അതിനെ കൂടുതൽ മനസ്സിലാക്കി അതിന് കൂടുതൽ പരിഹാരം കാണാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ അവരോട് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുക. ഇതൊക്കെ പോകുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, അവിടെ നമ്മളും ഓട്ടോമാറ്റിക്കലി നമ്മളും നമ്മുടെ ടോക്കിംഗ് സ്റ്റൈൽ മാറിപ്പോവാൻ നെഗറ്റീവ് ടോക്കാണ് വരുന്നത്. അപ്പൊ ഈ നെഗറ്റീവ് ടോക്ക് നമ്മൾ മാറ്റിയെടുക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം സാഹചര്യങ്ങൾ നമ്മൾ ഒഴിവാക്കുക. പുറത്തിറങ്ങുമ്പോൾ ഈ നെഗറ്റീവ് ടോക്സ് വരുന്ന ആളുകളിൽ നിന്ന് നമ്മൾ മാക്സിമം മാറി നിന്നിട്ട് നമ്മളെ കാര്യങ്ങൾ ചെയ്യാനും നമ്മളെ ഹാപ്പിനെസ് ഉണ്ടാക്കാനും ശ്രമിക്കുക. ഈ 3 കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതലായിട്ട് ഹാപ്പി ആവുന്നത് നമ്മളാണ്. നമ്മൾ ഹാപ്പി ആയാലല്ലേ മറ്റുള്ളവരെ ഹാപ്പി ആക്കാൻ നമുക്ക് കഴിയുള്ളൂ. അല്ലെങ്കിൽ നമ്മളെ ഹാപ്പി ഇല്ലാതെ ഇരിക്കുമ്പോൾ നമുക്ക് മറ്റുള്ള ഒരിക്കലും ഹാപ്പി ആക്കാൻ കഴിയില്ല. അത് മൈൻഡിന്റെ ഒരു കാര്യമാണ്. കാരണം നമ്മൾ മൈൻഡിൽ ഹാപ്പിനെസ് കൊടുക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി മറ്റുള്ളവരിലേക്ക് അത് കയറി ചെല്ലുന്നുണ്ട്. നമ്മൾ നെഗറ്റീവായ ടോക്കിങ്ങും നെഗറ്റീവായ കാര്യങ്ങളും ശരിക്കും മറ്റുള്ളവരിൽ എക്സ്പ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു കാര്യം തന്നെയാണ്. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളെ ഹാപ്പി ആക്കാൻ ഇവിടെ ആരും വരില്ല. നമുക്ക് വേണ്ടി നമ്മളെ റെഡിയാകും. നമ്മളെ റെഡിയാക്കാൻ ഒരാളും വരില്ല. നിങ്ങൾ ഒരുപാട് സന്തോഷിക്കട്ട, അത് പറയുമ്പോഴേ ഉണ്ടാവുള്ളൂ. ഒരു ഡിപ്രഷനോ കാര്യങ്ങളോ വരുന്ന ടൈമില് ഇപ്പൊ നെഗറ്റീവ് തോട്ട്സ് ഒക്കെ കൂടിക്കഴിഞ്ഞാൽ നമ്മൾ വല്ലാത്തൊരു സ്റ്റേജിലേക്ക് കടന്നു പോകും. ആ ഒരു ടൈമില് നമുക്ക് നമ്മളെ ഫ്രണ്ട്സ് വന്ന് പറയാനുണ്ടായിരിക്കും, ഓ യു ഡോണ്ട് വറി, എല്ലാം ശരിയാകും, അല്ലെങ്കിൽ നീ സക്സസ് ആവും, നീ അങ്ങനെ എത്തും ഇങ്ങനെ എത്തും എന്നൊക്കെ പറയാൻ എല്ലാവർക്കും നല്ല എളുപ്പമാണ്. പക്ഷെ അത് അവരുടെ ഭാഗത്ത് നോക്കുമ്പോൾ അതൊരു പോസിറ്റീവാണ്. കാരണം അവര് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാണ്. പക്ഷേ നമ്മളെ മൈൻഡിന്റെ നമ്മൾ ഹാപ്പി ആയിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ശ്രദ്ധിക്കണം. രാവിലെ എണീക്കുമ്പോൾ ഇത്ര കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നവർ സംസാരിക്കുന്ന കാര്യത്തും എല്ലാ കാര്യങ്ങളും നമ്മൾ പോകുന്ന സ്ഥലങ്ങൾ ഇതൊക്കെ നമ്മൾ തന്നെ ശ്രദ്ധിച്ചാൽ നമ്മൾ ഹാപ്പി ആയിട്ട് ഇരിക്കുള്ളൂ. നമ്മൾ ഹാപ്പി ആയിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ എന്താ ഗുണം? നമ്മുടെ വീട്ടിൽ നമ്മൾ ഒരാൾ ഹാപ്പി ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്ത് നമ്മളെ എല്ലാവരും നല്ല രീതിയിൽ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ആ ഫാമിലി ഹാപ്പി ആയോ? ആ ഫാമിലി ഹാപ്പി ആയിട്ട് ഇനി നമ്മൾ പുറത്തിറങ്ങുമ്പം സമൂഹത്തിലേക്ക് ഇറങ്ങുകയാണ്. നമ്മൾ ഓഫീസിൽ പോകുന്നവരാണ്, അതുപോലെ പല സ്ഥലങ്ങൾ സ്കൂളുകളായിക്കോട്ടെ കോളേജുകളിലായിക്കോട്ടെ ഒക്കെ പോകുന്ന ആളുകളാണ്, ബിസിനസ് ചെയ്യുന്നവരാണ്. ഇതൊക്കെ ആണെങ്കിലും കൂടെ നമ്മൾ പുറത്തിറങ്ങുമ്പോഴും മറ്റുള്ളവരിലും നമ്മൾ പോസിറ്റീവ് ഹാപ്പിനെസ് ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കും. ഇത് നമ്മൾ ഹാപ്പി അല്ലെങ്കിൽ അവരിൽ നമുക്ക് ഒരിക്കലും ഉണ്ടാക്കാൻ കഴിയില്ല. ഇപ്പൊ നമ്മൾ വല്ലാതെ നമ്മൾ ഫോൺ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്റ്റാറ്റസ് വെക്കും, ബി ഹാപ്പി അല്ലെങ്കിൽ തോട്ട് ഓഫ് ദ ഡേ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് സ്റ്റാറ്റസ് വെക്കുന്ന ആളുകളാണ് നമ്മൾ. അല്ലെങ്കിൽ നല്ലൊരു ക്യാപ്ഷൻ ഒക്കെ ഉണ്ടാക്കിയിട്ട് തോട്ട് ഓഫ് ദ ഡേ എന്നൊക്കെ എഴുതിയിട്ട് ബി പോസിറ്റീവ് അല്ലെങ്കിൽ പിന്നെ ടുഡേ ഈസ് മൈ ഡേ എന്നൊക്കെ നമ്മൾ വെക്കാൻ ശ്രമിക്കുന്നവരാണ്. അല്ലെങ്കിൽ എവിടെന്നെങ്കിലും ഒരു ക്ലിപ്പ് എടുത്തിട്ട് നമ്മളത് വെക്കും. പക്ഷെ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് നമ്മൾ ചെയ്യുന്ന ടൈമിൽ നമ്മൾ അങ്ങനെയാണോ? മറ്റുള്ളവരോട് അത് കാണിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അത് ചെയ്യുന്നുണ്ടോ? നമ്മളത് എൻജോയ് ചെയ്യുന്നുണ്ടോ? ഈ ഹാപ്പിനെസ്സും ഈ നെഗറ്റീവ് തോട്ട്സും ഒഴിവാക്കിയിട്ടുണ്ടോ? എന്നിട്ടാണ് ഈ പോസിറ്റീവ് തോട്ട്സ് നമ്മൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുന്നത് ശ്രമിക്കുക. അത് മാക്സിമം അവോയ്ഡ് ചെയ്തിട്ട് നമ്മളെല്ലാവരും സ്റ്റാറ്റസ് വെക്കുകയാണെങ്കിലും നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴും ഫസ്റ്റില് നമ്മളെ ടോക്കിംഗ് സ്റ്റൈല്, സൈറ്റ്സ്, അതുപോലെ തന്നെ സ്മെൽ, ഈ മോർണിംഗിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നമ്മൾ എന്ത് ചെയ്യുക, മുന്നോട്ട് പോവുക. അപ്പൊ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സക്സസ് ആവും. കാരണം ഇപ്പം എക്സാമ്പിള്, ഇപ്പൊ ഞാൻ ഇവിടുന്ന് പോകുമ്പോ സ്കൂളിലേക്ക് പോകുമ്പോൾ എന്റെ രാവിലെ എണീക്കുമ്പോൾ ഞാൻ സൈറ്റ് ശ്രദ്ധിച്ചു.
നല്ലൊരു കാര്യം സൈറ്റ് ശ്രദ്ധിച്ചു, പിന്നെ സ്മെല്ല് ശ്രദ്ധിച്ചു, ടോക്കിംഗ് സ്റ്റൈൽ ശ്രദ്ധിച്ചു. ഈ 3 കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ തന്നെ ഫോക്കസ് ചെയ്യാണ്. അപ്പൊ ഈ ടൈമിൽ നമ്മൾക്ക് എന്താണ് ഒരു ഗുണം എന്ന് വെച്ചാൽ നമ്മൾ മറ്റുള്ള കാര്യങ്ങളെ കുറിച്ച് ബോധേഡാവില്ല. കാരണം മോർണിംഗിൽ എണീക്കുമ്പോൾ ഞാൻ ചിന്തിക്കുകയാണ്, ഇന്ന് എന്റെ മൈൻഡ് ഹാപ്പി ആക്കേണ്ട എന്റെ കടമയല്ലേ, ഞാനല്ലേ ഇതിന് റെഡി ആവുള്ളൂ. സോ എനിക്ക് എന്റെ സൈറ്റ് ഫസ്റ്റ് ശ്രദ്ധിക്കട്ടെ. ഓക്കെ, പോയി. പിന്നെ സ്മെല്ല്, ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്തു. പിന്നെ ഞാൻ എന്റെ മൈൻഡ് റീഫ്രഷ് ചെയ്യുന്നു. നമുക്ക് പിന്നെ അതുപോലെ യോഗ ഉള്ള കാര്യങ്ങളുണ്ട്. എന്താണ് ഞാൻ പറഞ്ഞു ആദ്യം തന്നെ, നമുക്ക് എന്താണോ മോർണിംഗിൽ ഹാപ്പിനെസ് കിട്ടുന്നത് ആ കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ്. ഇപ്പൊ ഒരു ഫോട്ടോ ഫ്രെയിം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഒരു ഫോട്ടോ ഫ്രെയിമിലോ അല്ലെങ്കിൽ മറ്റുള്ള തോട്ട്സിലോ ഒന്നും ആയിരിക്കില്ല. ചില ആളുകൾക്ക് യോഗ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും, ചിലവരിപ്പോ ന്യൂസ് കേൾക്കുന്നവരായിരിക്കും. ഇപ്പൊ എന്റെ ഫാദറൊക്കെ ഇവിടെ ഇരുന്നിട്ട് എപ്പോഴും ന്യൂസ് റേഡിയോയിൽ കേൾക്കുന്നവരായിരിക്കും. അദ്ദേഹത്തിന്റെ മൈൻഡിന് അത് അദ്ദേഹത്തിന് ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്ത സംഭവമാണ്. അപ്പൊ അത് തെരഞ്ഞെടുക്കുന്നു. അപ്പൊ പലപ്പോഴും നമ്മളാണ് തെറ്റിപ്പോകുന്നത്. നമ്മൾ നമ്മുടെ ഹാപ്പിനെസ് കണ്ടെത്താൻ മാക്സിമം ശ്രമിക്കാറില്ല. മറ്റുള്ളവരെ കാര്യങ്ങൾ ചെന്നിട്ട് നമ്മൾ അത് മാക്സിമം അവിടെ യൂട്ടിലൈസ് ചെയ്യാണ്. മറ്റുള്ളവരിലേക്ക് ഇറങ്ങിച്ചെല്ല, അത് നിർത്തിയിട്ട് നമ്മളെ ഹാപ്പി ആക്കാൻ നമ്മളെ ഉള്ളൂ. അതുപോലെ നമ്മൾ കോളേജിലേക്ക് ഇറങ്ങുമ്പോഴും നമ്മൾ ചിന്തിക്കുന്നു, നമ്മുടെ ഉള്ളിൽ നിന്ന് എന്താണല്ലോ ഓഫീസിലേക്ക് ഇറങ്ങുമ്പോഴും നമ്മൾ എന്താണോ നമ്മുടെ ഉള്ളിൽ അത് മറ്റുള്ളവരിലേക്ക് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോൾ ഈ ഒരു 3 കാര്യങ്ങൾ, ഫസ്റ്റ് വൺ സൈറ്റ്, നമ്മൾ വാട്ട് ആർ വി സീയിങ് ഇൻ ദ ഏർലി മോർണിംഗ്, അത് ശ്രദ്ധിക്കുക. ദെൻ നെക്സ്റ്റ് സ്മെല്ല്, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു നല്ല സ്മെല്ലോ കാര്യങ്ങളോ നോക്കുക. നമ്മൾ യാത്രയെ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മൾ ഇങ്ങനെ ഒരു മൂഡ് ഓഫ് ആയിട്ട് ഇങ്ങനെ ലോങ് യാത്രയൊക്കെ പോകുമ്പോൾ ഞാനൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്, എവിടുന്നെങ്കിലും ഒരു നല്ല സ്മെല്ല്, അല്ലെങ്കിൽ ഫംഗ്ഷന് പോയി എവിടെയാണെങ്കിലും ഒരു നല്ലൊരു സ്മെല്ല് വരുന്ന സമയത്ത് നമ്മൾ അറിയാതെ പറഞ്ഞു, ഓ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ടല്ലോ, ഇത് എവിടുന്ന, ചുറ്റുഭാഗം നമ്മൾ വീക്ഷിക്കും, ഇത് എവിടുന്ന, അപ്പൊ അറിയാതെ ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്നു. അതുപോലെ തന്നെയാണ് സ്മെല്ല്. ദെൻ നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ടോക്കിംഗ് സ്റ്റൈലും അങ്ങനെ തന്നെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഈ 3 കാര്യം നമ്മൾ കറക്റ്റ് ആയിട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു പോസിറ്റീവ് മൈൻഡ് ഉണ്ടാക്കാൻ നമുക്ക് കഴിയും. ഇത് ചെറിയൊരു ടിപ്സ് ആണ്. 3 ടിപ്സ്, പോസിറ്റീവ് മൈൻഡ് അല്ലെങ്കിൽ നെഗറ്റീവ് ചേഞ്ചസ് നമുക്ക് റിമൂവ് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ അതിനൊന്നും നമുക്ക് ടൈമിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പൊ ഇത്രയും ഈ ഒരു 3 ടിപ്സ് എങ്കിലും നമ്മളെല്ലാവരും ലൈഫിൽ വന്നിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുക. ആ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഇന്ന് എന്റെ ദിവസമാണ്, ഞാൻ എന്റെ മൈൻഡിനെ ഹാപ്പി ആക്കി മറ്റുള്ളവർക്ക് ഹാപ്പിനെസ് ഷെയർ ചെയ്യട്ടെ, ഞാൻ ആദ്യം പോസിറ്റീവ് ആയിട്ടിരിക്കട്ടെ, എന്നിട്ട് മറ്റുള്ളവരെ പോസിറ്റീവ് ആക്കാൻ ശ്രമിക്കട്ടെ എന്ന് ശ്രദ്ധിക്കുക. മറ്റുള്ളവർക്ക് ഹേർട്ട് ചെയ്യുന്ന രീതിയിലുള്ള മാക്സിമം ടോക്കിംഗ് സ്റ്റൈലിൽ നമ്മൾ ലൈഫിൽ നിന്ന് എടുത്തു കളയുക. മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് അല്ലടോ മറ്റുള്ളവരെ കുറിച്ച് നല്ലത് പറയുക, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നല്ല കാര്യങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. നമ്മൾ എന്തിനാണ് മറ്റുള്ളവരെ വേദനിപ്പിക്കാനുള്ള വാക്കുകളും അല്ലെങ്കിൽ പ്രവൃത്തികളും ചെയ്തിട്ട് പോകുമ്പോൾ നമ്മളും അതിൽ ഒട്ടും നമുക്ക് സാറ്റിസ്ഫൈഡ് അല്ല, മറ്റുള്ളവരും അതിലൊട്ടും സാറ്റിസ്ഫൈഡ് അല്ല. അപ്പൊ എന്തിനാണ് മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യുന്ന വാക്കുകൾ, ഇതൊക്കെ ഒഴിവാക്കി നമ്മൾ നല്ലൊരു മനുഷ്യനായി ജീവിക്കുക. ഈ 3 കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുക. ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് എല്ലാവരും മുന്നോട്ട് പോകാൻ വി വിൽ ബി സക്സസ് ടു അവോയ്ഡ് അവർ നെഗറ്റീവ് തോട്ട്സ്. അപ്പൊ ഇത്രയാണ് നമ്മുടെ 3 ചെറിയ പോയിന്റുകൾ തന്നെ എനിക്ക് പറയാനുള്ളത്. അപ്പൊ എല്ലാവരും അത് ശ്രദ്ധിക്കുക. ഓക്കെ, ഞാൻ എന്റെ സെഷൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. എന്നാലും എന്നെ ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ ഇന്നത്തെ ചെയർമാനായിട്ടുള്ള ഹിഷാം സാർക്ക് ഒരുപാട് നന്ദി പറയുന്നു. അതുപോലെ എല്ലാവരോടും എന്നെ ശ്രമിച്ച് കേൾക്കുന്ന എല്ലാവർക്കും ഞാൻ ഒരു താങ്ക്സ് പറയുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സുഹൈമ മാഡം ഫോർ യുവർ വണ്ടർഫുൾ സെഷൻ. ഈ രാവിലെ തന്നെ വളരെ ഗംഭീരമായിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു. നമുക്ക് ഓരോരുത്തർ ആളുകൾക്കും നമ്മുടെ ചിന്തയെ എങ്ങനെ കൊണ്ടുപോകണം എന്ന് വ്യക്തമായി കാണിച്ചു തന്ന, അല്ലെങ്കിൽ നമ്മുടെ ഒരു ദിവസത്തെ ഒരു ദിവസം അത് എങ്ങനെ കൊണ്ടുപോകണം, നെഗറ്റീവായിട്ട് കൊണ്ടുപോകണോ പോസിറ്റീവായിട്ട് കൊണ്ടുപോകണോ എന്നുള്ളത് കൃത്യമായിട്ട് വരച്ച് കാണിച്ചു തന്ന, നെഗറ്റീവ് മൈൻഡുള്ള ആൾ എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു പോസിറ്റീവ് മൈൻഡ് വരുന്നതോടുകൂടി നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും അതൊരു കുറച്ചുകൂടെ ഉയർച്ചയിലേക്ക് എത്താൻ സാധിക്കും. അങ്ങനെ നല്ല ഒരു പോസിറ്റീവ് തോട്ടോട് കൂടി എല്ലാ ദിവസവും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നല്ലൊരു സെഷൻ ആയിരുന്നു. താങ്ക് യു സോ മച്ച് മാഡം. ദ ടൈം ഈസ് ഫോർ ഓപ്പൺ ഫോറം ആൻഡ് ഫീഡ്ബാക്സ്. താങ്ക് യു ഷിയാം സർ. സുഹൈമ മാഡം, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ശ്രീജിത്ത് സാർ, പറഞ്ഞോളൂ. ഞാനും താങ്കളുടെ സെക്രട്ടറി എന്റെ കൂടെ ഉണ്ട്, ട്രഷറർ. ഞങ്ങളൊരു യാത്രയിലാണ്, നിലമ്പൂർക്കുള്ള ഒരു യാത്രയിലാണ്. ഏതായാലും ഇന്നത്തെ യാത്രയ്ക്കുള്ള ഒരു മുതൽക്കൂട്ട് തന്നെ ഒരു ട്രെയിനിങ് എടുക്കാൻ പോവാണ്. പക്ഷെ അതിന് മുന്നേ നമുക്കൊരു എനർജി കിട്ടി എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും വലിയൊരു കാര്യം. ഏതായാലും വളരെ മനോഹരമായിട്ടാണ് സെഷൻ കൊണ്ടുപോയിട്ടുണ്ട്. നല്ല കണ്ടന്റ് ആയിരുന്നു, വളരെ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ട്.
ഏതായാലും ഹിഷാം സാർക്ക് ഒരു കാര്യത്തിൽ അഭിമാനിക്കാം. തവനൂരിൽ നിന്നും ഈ വർഷം മറ്റൊരു സോൺ ട്രെയിനർ കൂടി ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏതായാലും കൺഗ്രാലേഷൻ. ഓക്കെ, താങ്ക് യു. താങ്ക് യു സർ. ഗുഡ് മോർണിംഗ്. കൺഗ്രാറ്റുലേഷൻ സുഹൈമ മാം. ചെറിയ 3 പോയിന്റുകളാണ്, പക്ഷെ അത് എത്രമാത്രം ഇമ്പാക്ട് നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് പലപ്പോഴും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. നമ്മൾ എഴുന്നേൽക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ പലരും റൂമിൽ സെറ്റ് ചെയ്യുക നല്ലൊരു ഫോട്ടോ, ഫാമിലി ഫോട്ടോ, അല്ലെങ്കിൽ ഈ പറയുന്ന അഫർമേഷൻസ്, ഐ ആം ദ ബെസ്റ്റ്, ടുഡേ ഈസ് മൈ ഡേ, അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ഡെയിലി വർക്ക്ഔട്ട് ചെയ്ത് വരുമ്പോൾ അത് പിന്നീട് നമ്മളിൽ ഉണ്ടാക്കുന്ന ആഫ്റ്റർ എഫക്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ബിഗ് തിങ്. വാട്ട് എവർ ഇൻപുട്ട് വി ആർ ഗിവിംഗ്, ഇറ്റ് വിൽ കം ഔട്ട് ആസ് അവർ ഔട്ട്പുട്ട് എന്ന് പറയുന്ന പോലെ എന്താണോ നമ്മൾ ഉള്ളിലേക്ക് കൊടുക്കുന്നത്, നല്ല ചിന്തകൾ ഉള്ളിലേക്ക് കൊടുക്കുമ്പോൾ നല്ല ചിന്തകൾ തന്നെ പുറത്തേക്ക് വരും. നമ്മൾ ഉള്ളിലേക്ക് സന്തോഷം കൊടുക്കുമ്പോൾ മാത്രമേ നമുക്ക് അത് സ്പ്രെഡ് ചെയ്യാൻ കഴിയുള്ളൂ. വണ്ടർഫുൾ തോട്ട്, വണ്ടർഫുൾ സെഷൻ. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. താങ്ക് യു. താങ്ക് യു ഷോയ്മ മാം. ഞാൻ നിങ്ങളെ കൊളീഗ് പ്രസിഡന്റ് ആണ്, ഷാദുലിയാണ്. അപ്പോൾ ഞാനിന്ന് 5 കിലോമീറ്റർ ഓടാൻ തീരുമാനിച്ചിരുന്നു. ഇപ്പൊ നിങ്ങളെ ഒരു ഹാപ്പിനെസ്സിനെ കുറിച്ചിട്ടുള്ള സംഗതിയൊക്കെ കേട്ടപ്പോൾ ഒരു 10 കിലോമീറ്റർ ഓടാൻ തീരുമാനിച്ചു. എനിവേ എത്രയും ലോങ് ആയിട്ട് ഒരു സെഷനിൽ പങ്കെടുത്തിട്ടില്ല. അപ്പോ ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോ ഇതിന് ഈ ഒരു സംഗതി വലിയൊരു സംഗതിയാക്കി മാറ്റിയതിനും ഇതിന് പിന്നിൽ പ്രവർത്തിച്ച സോൺ 28 പ്രവർത്തകർക്കും, ചിത്ര മാമിനും, ഹിഷാം ഡോക്ടർക്കും, അതുപോലെ തന്നെ സുഭാഷ് സാർക്കും, എല്ലാവർക്കും പാർട്ടിസിപ്പൻസിലും എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്, സന്തോഷം അറിയിക്കുകയാണ്. താങ്ക് യു. താങ്ക് യു ഷാദിലി സർ. താങ്ക് യു. നിങ്ങൾ നന്നായി ഓടും, നന്നായി കിതപ്പൊക്കെ ഉണ്ട്, ഹാപ്പിനെസ് ഫീൽ ആക്കും. ഹലോ, ഞാൻ ജെസി നവാസ്, ജെസി പാണ്ടിക്കാട് റോയൽസ്. കേൾക്കുന്നുണ്ടോ? പറഞ്ഞോളൂ നവാസ് സാർ, പറഞ്ഞോളൂ. വളരെ നല്ല സെഷൻ കേട്ടോ. ഞാൻ ആദ്യം ഇന്ന് നെഗറ്റീവ് തോട്ട്സിനെ കുറിച്ചാണെന്ന് പറഞ്ഞപ്പോ വിചാരിച്ചു ഇന്ന് നെഗറ്റീവിനെ കുറിച്ചാണ് കൂടുതൽ സംസാരിക്കുന്നത്. അപ്പോഴാണ് നിറയെ പോസിറ്റീവ് എനർജിയെ കുറിച്ചും പോസിറ്റീവ് തോട്ട്സിനെ കുറിച്ചും ഹാപ്പിനെസ്സിനെ കുറിച്ചും നമ്മുടെ സെൻസറി ഇൻപുട്സ് എങ്ങനെയാണ് നമ്മുടെ മൂഡിനെ റൈസ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഉള്ള അത് കാര്യങ്ങൾ കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. നല്ല ക്ലാസ് ആയിരുന്നു ഇത്. ഫുൾ ടൈം ഞാൻ ഡ്യൂട്ടിന്റെ ഇടയിലാണെങ്കിലും അത് ഫുള്ള് അറ്റൻഡ് ചെയ്തു. വളരെ വണ്ടർഫുൾ, അടിപൊളി ഇതിന്റെ ഓർഗനൈസേഷനും. ഓക്കെ, താങ്ക് യു. താങ്ക് യു നവാസ് സർ. ഓക്കെ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ തോന്നുന്നു. നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാമിന് നമ്മള് ക്ഷണിച്ചപ്പോൾ തന്നെ തയ്യാറാവുകയും നല്ലൊരു സെഷൻ എടുക്കാൻ വേണ്ടിയിട്ട് റെഡിയായ സുഹൈമ മാഡത്തിന് എല്ലാവിധ ആശംസകളും നേരെയാണ്. ഇവിടെ ഷാദുലി സാർ ഓട്ടത്തിന്റെ കഥപ്പിലാണ്, അല്ലെങ്കിൽ ഇന്നത്തെ വോട്ട് ഓഫ് താങ്ക്സിന് ഷാദുലി സാറെ ക്ഷണിക്കായിരുന്നു. ഓട്ടം ഡിസ്റ്റർബ് ചെയ്യണ്ട അല്ലെ? പിന്നെ ഓക്കെ, നോ പ്രോബ്ലം. ഒഫീഷ്യലി വോട്ട് ഓഫ് താങ്ക്സ് പറയാൻ വേണ്ടിട്ട് രജിസ്റ്റർ ചെയ്യണം. കോട്ടക്കലിന്റെ ജെസി പ്രസിഡന്റ് ആയിട്ടുള്ള ഷാദുലി സാറിനെ ഹൃദ്യമായി ക്ഷണിക്കുന്നു. ഒരിക്കൽ കൂടി താങ്ക് യു സോ മച്ച് ഫോർ ദി പ്രിവിലേജ്. അപ്പോ ഇങ്ങനത്തെ ഒരു സെഷന് നമ്മള് ഓരോ ദിവസവും നമുക്കിത് കേൾക്കുകയാണ് ചെയ്യും. പോസിറ്റീവ് എനർജി പാസ് ചെയ്യേണ്ട ഒരു സംഗതിയാണ്. നമ്മളൊന്നും വിലപ്പെട്ട സമയത്തിന് നീക്കി വെക്കാത്തതുകൊണ്ടാണ്. ഞാൻ സത്യത്തിൽ ഇന്ന് കുറച്ച് ടൈം അങ്ങനെ ഇതിന് വിനിയോഗിച്ചപ്പോൾ എനിക്ക് അതിൻ്റെതായിട്ടുള്ള റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ വിലപ്പെട്ട സമയം ഈ ഒരു സംഗതി സോൺ 28 ഒരുക്കുന്ന ഈ സംഗതിക്ക് എല്ലാവരും ഷെയർ ചെയ്യാം, ഇങ്ങനത്തെ ഈ സെഷൻസിനൊക്കെ. അപ്പോൾ വളരെയധികം ഉപകാരപ്പെടും. ജസ്റ്റ് ഒരു മൈൻഡിന്റെ ഒരു റിഫ്ലക്ഷൻ ആണ് നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ നമ്മൾ എല്ലാവരും മുന്നോട്ട് നയിക്കുന്നത്. ആ റിഫ്ലക്ഷൻ അപ്പൊ എനിക്കൊരു അനുഭവം ഇന്നുള്ളത് ആ മൈൻഡിന്റെ റിഫ്ലക്ഷൻ ആണ്. എല്ലാവരും യുണീക്കാണ്, എല്ലാവർക്കും ഒരുപാട് കഴിവുകളുള്ള വ്യക്തികളാണ്. അപ്പോ ആരും കമ്പയർ ചെയ്യരുത്. നമുക്ക് നമ്മളെ യുണീക്നെസ്, നമ്മളെ കഴിവുകൾ നമുക്കുള്ളതാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന, എത്ര റിസ്ക് ഉണ്ടായാലും ഈ ഒരു ടൈം ഇതിനു വേണ്ടി വിനിയോഗിക്കുന്ന ഇതിന്റെ സോണിന്റെ ട്രെയിനിങ്ങിന്റെ ഹെഡിലിരിക്കുന്ന ശ്യാം സാറിനും, അതുപോലെ തന്നെ ഇതിനെ എന്നും എല്ലാവരും ഓർമ്മിപ്പിച്ചു കൊടുക്കുന്ന സുഭാഷ് സാർക്കും, പിന്നെ ഇതിന്റെ ഈ ട്രെയിനിങ്ങിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും എൻ്റെ
ഹൃദയത്തിൽ നിന്ന് നന്ദി അറിയിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ സെഷൻ നമുക്ക് നല്ല രീതിയിൽ പങ്കുവെച്ച നമ്മളെ ഷുഹൈമ മാഡത്തിനും എന്റെ കൊളീഗ് പ്രസിഡന്റ് ആയിട്ടുള്ള ഷുഹൈമ മാഡത്തിനും ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ഞാൻ എന്റെ നന്ദി അറിയിക്കുകയാണ്. പിന്നെ കൊളീഗ് പ്രസിഡന്റ് ആയതുകൊണ്ട് എനിക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്താണ് ഇങ്ങനെ. പിന്നെ എനിക്ക് തോന്നി ഇന്നും ഇങ്ങനെ ഓടിന്റെ അടിയിൽ നോക്കി അപ്പൊ നിങ്ങളാണ് വന്നിട്ടുള്ളത്. അപ്പൊ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം ഉണ്ടായില്ലേ. ഓക്കെ താങ്ക് യു സോ മച്ച്. പങ്കെടുത്ത എന്റെ ശബ്ദം കേട്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. Thank you, Shadri sir, for your wonderful talk or your nice talk. നമ്മുടെ ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. മുഴുവൻ ആളുകളും നമ്മുടെ ഈ ഗ്രൂപ്പിന്റെ ലിങ്ക് മറ്റു ഗ്രൂപ്പുകളിലേക്ക്, നിങ്ങളുടെ JCI ഗ്രൂപ്പിലേക്കും നിങ്ങളുടെ യെല്ലോ ഗ്രൂപ്പിലേക്കും അല്ലെങ്കിൽ മറ്റു ഗ്രൂപ്പിലേക്കും ഒക്കെ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആളുകൾക്കൊക്കെ ഇതിന്റെ ലിങ്കും അയച്ചു കൊടുക്കുക. എല്ലാ ദിവസവും ഒറ്റ സെയിം ലിങ്ക് തന്നെയാണ്. ഓക്കെ, നാളെ മറ്റു സെഷനുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. The meeting in connection with the 7 a.m. morning drive of JC India Zone 28 is hereby adjourned. Thank you all.